അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന മൊഡ്യൂള് കോണിക് സെക്ഷൻസ് ആണ്. ഇതിനകത്ത് ആകെ 4 ടോപ്പിക്ക് നമുക്കിപ്പം തൽക്കാലം പഠിക്കാനുള്ളൂ. ഡെറിവേഷൻസ് ഓഫ് കോണിക് സെക്ഷൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോണിക് സെക്ഷൻസ് ബേസ്ഡ് ഓൺ എക്സെൻട്രിസിറ്റി, പിന്നെ പാരാമെട്രൈസേഷൻ, പോളാർ കോർഡിനേറ്റ്സ്. അപ്പം അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കോണിക്ക് സർക്കിളാണ്. മൊത്തം 4 കോണിക്കാണ്: സർക്കിളും, പാരാബോളയും, എലിപ്സും, ഹൈപ്പർബോളയും. അപ്പോൾ ആദ്യത്തെ കോണിക്ക് എന്ന് പറയുന്നത് സർക്കിളാണ്. സർക്കിൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. 0.00 ഒറിജിന്, പിന്നെ x,y ആണ് നമ്മുടെ പോയിന്റ്, x,y, ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് r. ഓക്കെ, ഇതാണ് റേഡിയസ്. ഇനി സർക്കിളിന്റെ ഡെഫിനിഷൻ, എല്ലാ കോണിക്കിന്റെ ഡെറിവേഷൻ വരുന്നത് അതിന്റെ ഡെഫിനിഷൻ വെച്ചിട്ടാണ്. അപ്പം സർക്കിളിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ a circle is a set of points on a plane where distances from a given fixed point in the plane is constant. അതായത് ഈ 6 കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ പോയിന്റ് ഫിക്സഡ് പോയിന്റ് ആണ് നമ്മുടെ ഫോക്കസ്. ഈ ഫോക്കസിൽ നിന്ന് കറക്റ്റ് ഡിസ്റ്റൻസുകളുള്ള എല്ലാ പോയിന്റും, ഇപ്പൊ 6 ഡിസ്റ്റൻസ് ഉള്ള എല്ലാ പോയിന്റുകളുടെയും കളക്ഷനെയാണ് സർക്കിൾ എന്ന് വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ സർക്കിളിന്റെ ഡെറിവേഷൻ എടുക്കുക. സർക്കിളിന്റെ ഡെറിവേഷൻ ഒന്നുമില്ല, നമുക്കറിയാവുന്ന തന്നെയാണ്. അപ്പം ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഞാൻ ഈ പോയിന്റിനെ നോക്കുവാണ്. അപ്പം ഡിസ്റ്റൻസ് ഫോർമുല എന്താ? അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്നാ? √of y2 - y1 the whole square plus x2 - x1 the whole square അല്ലേ? അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ സെയിം സാധനം അപ്ലൈ ചെയ്യുവാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 അല്ലേ? അപ്പൊ ഞാൻ ഈ അവിടെ 6 നെട്ടു, ഈ ഫിക്സഡ് ഡിസ്റ്റൻസിനെ 6 നെട്ടു. ഇനി x മൈനസ് ഇവിടുത്തെ കോർഡിനേറ്റ് 0, അപ്പം x - 0 the whole square plus y - 0 the whole square. അപ്പം ഞാൻ ഇതിനെ ഇത് ചെയ്യുമ്പോൾ √of x² + y² = 6 എന്ന് വരും. ഈ റൂട്ടിനെ ഇവിടെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ r² = x² + y² എന്ന് വരും. അപ്പം സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് x² + y² = r². ഇങ്ങനെയാണ് നമുക്ക് സർക്കിളിന്റെ ഡെറിവേഷൻ വരുന്നത്. ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല.